ഗേസ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടില്ലേ ഒരു നോർത്ത് ഇന്ത്യൻ മീൽസ് ആയിട്ടാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഒന്ന് രണ്ട് മാത്രം ഐറ്റംസ് മാത്രം. എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലത്തെ ഒരുപാട് ഐറ്റംസ് ഫുഡ് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ചില ഫുഡുകളെല്ലാം എനിക്കിഷ്ടം. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളെ ദാൽ തടക്കയാണ്, അതുപോലെ തന്നെ ബാഗൻ ഫ്രൈ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ ദാൽ തടക്ക ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ദാൽ തടക്കും ബാഗൻ ഫ്രൈ ആണ്. പിന്നെ നമ്മളെ പപ്പടം, പക്ഷെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലത്തെ പപ്പടം ഇല്ലെങ്കിൽ നമ്മൾ കേരള പപ്പടം കൂടി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ പറയുന്നത് ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലല്ല ഉണ്ടാക്കി, ഞാൻ നോർമലി എല്ലായിടത്തും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നോർത്ത് ഇന്ത്യൻസ് അവർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ പറയുന്നത് മസ്റ്റാർഡ് ഓയിലും സൺഫ്ലവർ ഓയിലാണ്. എനിക്ക് ഈ മസ്റ്റാർഡ് ഓയിലിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് ആരും അങ്ങനെ വെറുപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മൈ ഡ്രീംസ് മൈ ലൈഫ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലത്തെ ഫുഡ് റെഡിയാക്കുന്നത് കൊണ്ട് നമുക്ക് റൈസും അവരുടെ തന്നെ ആയിട്ടുള്ള വൈറ്റ് റൈസ് എടുക്കാം. നമുക്ക് കേരള സ്റ്റൈൽ റൈസ് ഒന്നും എടുക്കുന്നില്ല. അപ്പം നമ്മൾ ബാസ്മതി റൈസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അളന്നിട്ട് നമുക്ക് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ദാൽ തടക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാൽ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് എടുത്തിട്ടു. അതിലേക്ക് കുറച്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്തു. പിന്നെ ഒരു സ്പൂണും കൂടി ഇറക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പതച്ച് പൊങ്ങി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂണ് വെക്കുന്നത് നല്ലതാണ്. റൈസിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചു. അപ്പം നമ്മൾ അതിലേക്ക് റൈസ് എടുത്തിട്ടു. ദാൽ തടക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്യുക. ചില്ലി നന്നായിട്ട് സ്ലൈസ് ചെയ്യുക. ഓണിയനും ടൊമാറ്റോയും നന്നായിട്ട് ചോപ്പ് ചെയ്യുക. അതുപോലെ കൊറിയാണ്ടർ ലീഫ് നന്നായിട്ട് ചോപ്പ് ചെയ്യുക. കൂടെ നമ്മൾ ഗാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. നമ്മളെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. റൈസ് സ്റ്റിക്കി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലും അതുപോലെ വിനെഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. അടുത്ത് നമുക്ക് ദാൽ തടക്ക ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കടായി എടുത്ത് വെച്ചു. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ജീരകം ഇട്ടു. ജീരകം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഗാർലിക് ഇട്ടു. ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു. പിന്നീട് നമ്മൾ ഗ്രീൻ ചില്ലിയും ഓണിയനും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തു. ഓണിയനും ഗ്രീൻ ചില്ലി നന്നായിട്ട് സോട്ട് ആയതിനു ശേഷം അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. എല്ലാം അങ്ങോട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടർമറിക് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് നമ്മളെ ദാൽ അങ്ങോട്ടേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒരു എന്താ പറയുക റെഡിഷ് കളർ പോലെ വരുന്നുണ്ട്. ലൈറ്റിൻ്റെ കളറാണെന്ന് തോന്നുന്നു. ഞാനിതിലേക്ക് ലൈറ്റ് വേറെ സെപ്പറേറ്റ് വെച്ചത് കൊണ്ട് ആ ലൈറ്റിൻ്റെ കളറാണ് ഒരു യെല്ലോ കളറിന് പകരം ഒരു
റെഡിഷ് കളർ പോലെ വരുന്നത്. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യാൻ വെച്ചിട്ടില്ല. അതിലേക്ക് ഞാൻ തടുക്കി ഇട്ടു, പിന്നെ കൊറിയാണ്ടർ ലീഫ് ഇട്ടിട്ട് അവിടെ ഓഫാക്കി വെച്ചു. അടുത്ത നമുക്ക് ബാഗൻ ഫ്രൈ ആയി ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗൻ കട്ട് ചെയ്യുക. പക്ഷേ ബാഗൻ മൊത്തം പുഴുവൊക്കെ കയറിയതാണ്. അപ്പം നല്ലത് മാത്രം നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്തു, പിന്നെ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കുറച്ച് ജീര പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയെല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ബാഗൻ എടുത്തിട്ട് ബാഗൻ നന്നായിട്ട് അതിലേക്ക് മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അടുത്ത ബാഗൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തവയിലേക്ക് നമ്മൾ ഓരോ ബാഗണായിട്ട് എടുത്ത് വെക്കുക. നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ റെഡിയായി. വൈറ്റ് റൈസും താൽത്തടയ്ക്കും ബാഗൻ ഫ്രൈയും സൈഡായിട്ട് നമ്മൾ ഓണിയനും എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും പപ്പടവും വെള്ളം കൂട്ടി നമുക്ക് അങ്ങ് കഴിക്കാം. അപ്പോൾ ഗെയ്സ്, നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഞാനിത് ഫുള്ളും ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.